ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല സ്പൈസി ഇറച്ചിച്ചോറിന്റെ റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഇറച്ചിച്ചോറും കൂടിയാ. നമുക്കിപ്പോൾ പള്ളിയിൽ നിന്നുള്ള ഇറച്ചിച്ചോറ് കിട്ടൂലേ, ആ ഒരു ടേസ്റ്റിലെല്ലാം വരുന്നൊരു ഇറച്ചിച്ചോറാ. അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്കൊരു കുക്കർ ഒന്ന് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നമുക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ 3 മീഡിയം സൈസുള്ള സവാള ഇതേപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് ഈ ഓയിലിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഓവർ ടൈം വഴന്ന് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. പിന്നിലെ ഈ ഇറച്ചി ചോറാക്കാൻ ഭയങ്കര സിമ്പിളാണ്. നമുക്കിപ്പോൾ ചിക്കൻ ചോറെല്ലാം വെക്കൂലേ, അതെല്ലാം പോലെ തന്നെ ഭയങ്കര സിമ്പിളാണ്. ഇതിനൊരു കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റൈസ് ഇത്. ഇപ്പം നെക്സ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അതേപോലെ തന്നെ 3 മീഡിയം സൈസുള്ള തക്കാളി ഇതേപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴന്ന് വരുന്ന ടൈമിൽ ഞാൻ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനൊരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഒരു മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി, പിന്നെ ഒരു വലിയൊരു പീസ് ഇഞ്ചി, ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 3/4 കിലോ ബീഫ് വെച്ചിട്ടാണ് ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം കൂട്ടിയും കുറച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ എല്ലോട് കൂടിയിട്ടുള്ള ആ ഒരു ബീഫാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടെന്ന് പറയുമ്പോൾ ഇതെല്ലാം കണ്ടാൽ നമ്മളെ ബീഫിൻ്റെ കാലെല്ലാം വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലായിട്ട് സൂപ്പെല്ലാം വരുന്ന ആ ഒരു ടൈപ്പ് ബീഫാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ ഇറച്ചിച്ചോറ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, കാരണം നമ്മൾ ഈ എല്ലെല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ സൂപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം ഭയങ്കരമായിട്ട് ഈ ഒരു റൈസിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു റൈസിന്. ഇപ്പൊ കണ്ട ഇതെല്ലാം മൊത്തത്തിൽ ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇറച്ചിച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഇല്ലേ, ഇതേപോലെ തന്നെ കൊട്ട് പീസുകൾ ചേർക്കുവാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇറച്ചിച്ചോറ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുളക് പൊടി 1 ടീസ്പൂണും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും മല്ലിപ്പൊടി ഞാനൊരു 4 ടീസ്പൂണും എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി മാത്രം കുറച്ച് കൂടുതൽ അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മൊത്തത്തിൽ ഈ ഒരു ബീഫിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്യാൻ ഈ എല്ലുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു പാടുണ്ടാവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൗഡേഴ്സും കൂടി ആവശ്യമുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടി, പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മജ്ബൂസ് പൊടിയാണ്. മജ്ബൂസ് പൊടി വീട്ടിൽ തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആയിരിക്കും. വീട്ടിൽ തന്നെ റെഡിയാക്കിയ ആ ഒരു പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യും. അതിന് പകരം വേണമെങ്കിൽ കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയ ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, ഈ ഒരു ബീഫിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഇലകൾ കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കറിവേപ്പിലയും അതേപോലെ തന്നെ മല്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ ഒരു ബീഫ് വേവാൻ വേണ്ടിയിട്ട് കുക്കിംഗ് ടൈം ആയിട്ട് എനിക്ക് എടുത്തത് ഞാനൊരു 8 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് റൈസിന്റെ പരിപാടി നോക്കാം. ഞാനിപ്പോൾ ഇതാ ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 2 നാഴി അളവിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഈ റൈസ് ഒന്ന് കഴുകി ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് റൈസ് കുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ റൈസ് ഉണ്ടാക്കാൻ വിചാരിക്കുന്ന പാത്രം വെച്ചിട്ട് അത് ചൂടാക്കി അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ
തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. 3-4 ഏലക്ക, ഗ്രാമ്പൂ, ഒരു പീസ് പട്ട, പിന്നെ ഒരു സ്റ്റാർ. ഇതെല്ലാം ഞാനിപ്പോൾ സ്പൈസസ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റൈസ് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിപ്പോൾ വറുത്തിട്ട് വെക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നത്. ഇനി ഈ റൈസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ തന്നെ ഒന്ന് റോസ്റ്റായി വരണം. അരി വിട്ട് നിൽക്കുന്ന രീതിയിലാവണം ഇത് റോസ്റ്റായി കിട്ടണ്ടേ. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ഞാനിപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ റോസ്റ്റ് ചെയ്തിട്ട് റൈസ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ മുന്നേ തന്നെ നമ്മൾ ഈ റൈസ് ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. അതാകുമ്പോൾ റോസ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും. തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ കറി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കറിൻ്റെ ആ ഒരു വെള്ളത്തിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഇതിപ്പോൾ ഈ കറിയിൽ കുറച്ച് വെള്ളം കുറവായിട്ടുള്ള, അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഞാൻ തിളപ്പിക്കാൻ വെച്ച ആ ഒരു മുഴുവൻ വെള്ളവും ഈ ഒരു റൈസിലേക്ക് ആവശ്യമായിട്ട് വരും. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ അതൊന്ന് അളന്നതിന് ശേഷം മാത്രം ഈ റൈസിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റൈസ് ഓവർ കുക്കായി പോകും. ഞാനിപ്പോൾ ആ ഒരു ബീഫ് കറിയും പിന്നെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളവും മുഴുവനായിട്ട് തന്നെ ഈ ഒരു റൈസിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങളൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തേ. ഇതിപ്പോൾ കറക്റ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റേജിലായിരിക്കും ഇതൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു 2-3 പ്രാവശ്യം ഇതേപോലെ ചെയ്തെടുക്കേണ്ടി വരും. കാരണം റൈസ് കുക്കാവുന്നത് വരെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പോൾ റൈസിന് ഏകദേശം ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി ഇതേപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ആ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞ സമയത്ത് ഇതാ റൈസ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലി ഇല കൂടി ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില മുകളിലായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലെ നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ഇറച്ചിച്ചോറ് ചൂടോട് കൂടി തിന്നാനും അതേപോലെ തന്നെ ഒന്ന് ചൂടാറി കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഈ ഇറച്ചിച്ചോറെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇല്ലേ പണി പെട്ടെന്ന് കഴിയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത് സിമ്പിൾ അല്ലേ, പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും എല്ലായിരിക്കും ഈ ഒരു റൈസിന്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട്. അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പീസും വ്ളോഗ്സും എല്ലാം ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം കാണാം. ബൈ. അസ്സലാമു അലൈക്കും.